അവബോധ പേഴ്സണൽ ട്യൂട്ടറിന്റെ കോൺസെപ്റ്റ് ഒരു സ്റ്റുഡന്റിന് ഒരു ടീച്ചർ, അതായത് ഒരു വിദ്യാർത്ഥിനെ ഒരു ടീച്ചർ ലൈവ് ക്ലാസ്സിൽ വന്ന് പഠിപ്പിക്കുമെന്നുള്ളതാണ്. കഴിഞ്ഞ 4 വർഷം, ഇപ്പം നമ്മൾ 4ാമത്തെ വർഷം ഫിനിഷ് ആവാറായി. നമ്മളുടെ ജൂൺ 23-നാണ് നമ്മുടെ ആനുവൽ ഡേ. നമ്മൾ 5th ഇയറിലേക്ക് കടക്കുകയാണ്, 5ാം വർഷത്തിലേക്ക് കടക്കാൻ പോവാണ്. ഈ കഴിഞ്ഞ 4 വർഷത്തിൽ നമ്മൾ ഈ സ്ഥാപനം നടത്തിയ സമയത്ത് നമുക്ക് മനസ്സിലായ കാര്യം, ഒരു 18+ സെഗ്മെന്റ് ഇത്തിരി കൂടെ പ്രായമായ ഒരു കുട്ടികളാണെങ്കിൽ അവർ ഇത്തിരി കൂടെ റെസ്പോൺസിബിൾ ആയിട്ട് ഓൺലൈൻ ക്ലാസ്സസ് ആയിക്കോട്ടെ, പ്രീ റെക്കോർഡഡ് ക്ലാസ്സസ് ആയിക്കോട്ടെ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ചെറിയ കുട്ടികളുടെ പ്രശ്നം, അതായത് ഇപ്പം ഒരു 2ാം ക്ലാസ് തൊട്ട് ഒരു 12ാം ക്ലാസ് വരെ വരുന്ന ഒരു കുട്ടികളുടെ പ്രശ്നം എന്ന് വെച്ചാൽ, അവർക്ക് ഇപ്പോൾ ഒരു പ്രീ റെക്കോർഡഡ് ക്ലാസ് കൊടുക്കുന്ന സമയത്ത് അവരത്ര റെസ്പോൺസിബിൾ ചെയ്ത് കാണണമെന്നില്ല. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ലൈവ് ക്ലാസ്സിനകത്ത് ഒരു 10-20 പേര് കുട്ടികൾ ഉണ്ടാവുന്ന സമയത്ത് അവരതിനകത്ത് അറ്റൻറ്റീവ് ആവണമെന്നില്ല. ഇപ്പം നമുക്ക് എല്ലാവർക്കും അങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ടാവും. നമ്മളിപ്പോൾ ട്യൂഷൻ ക്ലാസ്സിൽ പോയ ആൾക്കാരാണ്. ട്യൂഷൻ ക്ലാസ്സിൽ ഇപ്പോൾ 10-20 കുട്ടികൾ ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ ട്യൂഷൻ ക്ലാസ് ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. നമ്മൾ നമ്മുടേതായ ഒരു ലോകത്തായിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇപ്പോഴത്തെ ഒരു സമയമൊക്കെയാണെങ്കിൽ കുട്ടികൾ ഫോണിലൊക്കെ ആയിരിക്കും ടെക്സ്റ്റ് ചെയ്യുന്നത്, ട്യൂഷൻ ക്ലാസ്സിനകത്താണെങ്കിലും. അപ്പം ഇത് എന്തുകൊണ്ട് ഇഷ്യൂ വരണേന്ന് പറഞ്ഞാൽ, സ്റ്റുഡന്റിനെ ഡിസ്ട്രാക്റ്റഡ് ആവാനായിട്ട് ഒത്തിരി സാധ്യതയും ഒത്തിരി പോസിബിലിറ്റീസ് ഉള്ളത് കൊണ്ടാണ്. APT ഈ പ്രശ്നം എങ്ങനെ സോൾവ് ചെയ്യണമെന്ന് പറഞ്ഞാൽ, ഒരു സ്റ്റുഡന്റിന് ഒരു ടീച്ചർ മാത്രമാണ് ക്ലാസ് എടുത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ സ്റ്റുഡന്റിനെ ഡിസ്ട്രാക്റ്റഡ് ആവാനായിട്ട് ഒരുവിധ രീതിയിലും സ്കോപ്പ് ഇല്ല. ആ വിദ്യാർത്ഥിക്ക് ഒരിക്കലും ഡിസ്ട്രാക്ട് ആവാൻ പറ്റില്ല. കാരണം ടീച്ചർ ഡയറക്റ്റ് സ്റ്റുഡൻ്റ് ആയിട്ട് തന്നെ സംസാരിക്കണേ, ഒരു കോൺവെർസേഷൻ സ്റ്റൈലാണ് ക്ലാസ് മൂവ് ചെയ്യണത്. അതുകൊണ്ട് തന്നെ കൃത്യമായ സ്റ്റുഡന്റിന്റെ അറ്റൻഷൻ ആ ടീച്ചർക്ക് പിടിച്ചിരുത്താൻ പറ്റും. ഈ അറ്റൻഷൻ എന്നുള്ള കാര്യം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇന്നത്തെ കാലത്ത് റീൽസിന്റെ ഒരു വളരെയധികം ഒരു പോപ്പുലാരിറ്റി കാരണം കൊണ്ടും ഷോർട്ട് ടേം എന്റർടൈൻമെന്റ്സ് ഉണ്ടല്ലോ, ഇപ്പോൾ റീൽ ആയിക്കോട്ടെ, സ്റ്റോറീസ് ആയിക്കോട്ടെ, ഇങ്ങനത്തെ ഷോർട്ട് ടേം എന്റർടൈൻമെന്റ്സ് ആണ് ഇപ്പോൾ കൂടുതൽ ഓടുന്നത്. ഇപ്പോൾ യൂട്യൂബിനകത്താണെങ്കിലും 3 മിനിറ്റ് 2 മിനിറ്റിന്റെ വീഡിയോസ് ആണ് കൂടുതൽ പോപ്പുലർ ആവുന്നത്. ഇപ്പൊ ഒരു സിനിമയും പോപ്പുലർ ആണ്. പക്ഷെ ഒരു സിനിമയ്ക്ക് വരുന്ന വ്യൂസിനാൽ എത്രയോ കൂടുതൽ വ്യൂസ് ആണ് നമുക്ക് ഷോർട്ട് ഫോം എന്റർടൈൻമെന്റ്സിന് വരുന്നത്. അപ്പൊ ഈ ഷോർട്ട് ഫോം എന്റർടൈൻമെന്റിന് വേറൊരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ, നമ്മൾ കുട്ടികളെല്ലാവരും തന്നെ അറ്റൻഷൻ സ്പാൻ അവരുടെ വളരെയധികം കുറഞ്ഞിരിക്കുകയാണ്. അവർക്ക് തീരെ അറ്റൻഷൻ ഇല്ല. അവർക്കൊരു കാര്യത്തിന് മുകളിൽ കുറെ നേരത്തേക്ക് ശ്രദ്ധിക്കാൻ പറ്റത്തില്ല. അപ്പം ഇങ്ങനത്തെ ഇഷ്യൂസ് എല്ലാം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സെഗ്മെന്റിനകത്ത് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് നമ്മളൊരു ഒരു എഡ്യൂക്കേഷൻ പ്രോഡക്റ്റ് ഇറക്കിയ സമയത്ത് നമ്മൾ പ്രീ റെക്കോർഡഡ് ക്ലാസ്സസോ അല്ലെങ്കിൽ ഒരു 10-20-30 പേര് ഇരിക്കുന്ന ഒരു ലൈവ് ക്ലാസ് ഇറക്കാണ്ട് അവോധ 1-on-1 ക്ലാസ്സസ് ഇറക്കിയത്, ഒരു 1 ടീച്ചർ 1 സ്റ്റുഡന്റ് എന്നുള്ളൊരു കോൺസെപ്റ്റിൽ നമ്മൾ ക്ലാസ് ഇറക്കിയിരിക്കുന്നത്. ഇത് ഒരു റിക്കറിംഗ് സബ്സ്ക്രിപ്ഷൻ ആണ്. 3800 രൂപ ഫസ്റ്റ് മന്ത്, അതിനുശേഷം വരുന്ന മാസങ്ങളിൽ റിക്കറിംഗ് സബ്സ്ക്രിപ്ഷൻ. ആദ്യം 3800, പിന്നെ അടുത്ത മാസം 3800, അങ്ങനെ റിക്കറിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന സബ്സ്ക്രിപ്ഷൻ ആണ്. ജൂൺ 1-ാം തീയതി വരെ വരുന്ന അഡ്മിഷൻസിനകത്ത് നമ്മൾ 3800 തന്നെ ആയിരിക്കും ചാർജ് ചെയ്യണേ. ഇപ്പൊ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ അടുത്ത അക്കാഡമിക് ഇയർ ഫുൾ അവർക്ക് 3800 രൂപയ്ക്ക് തന്നെയായിരിക്കും ഈ പ്രോഡക്റ്റ് കിട്ടുന്നത്. ജൂൺ 1-ാം തീയതിക്ക് ശേഷം അത് അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ആവുന്നതുകൊണ്ട് തന്നെ നമ്മൾ 7800 പ്രോഡക്റ്റ് ചാർജ് ചെയ്യുന്നത്. ഇത് ഇത്തിരി എക്സ്പെൻസീവ് പ്രോഡക്റ്റ് ആണെന്നറിയാം. അതിന് റീസൺ ഈ സിംഗിൾ ടീച്ചർ കോൺസെപ്റ്റ് ഉള്ളതുകൊണ്ട്. കാരണം ഇപ്പൊ നമ്മൾ ഒരു ട്യൂട്ടറിനെ ഹയർ ചെയ്യുകയാണെങ്കിൽ ആ ഒരു ട്യൂട്ടറിനെ മാക്സിമം ഒരു 4 അല്ലെങ്കിൽ 5 സ്റ്റുഡൻസിന്റെ ക്ലാസ് ഒരു ദിവസം എടുക്കാൻ പറ്റുള്ളൂ. കാരണം ഇത് 4:30 to 7:30 PM ആയതുകൊണ്ടാണ് പറയണേ. ഒരു 4 അല്ലെങ്കിൽ 5 കുട്ടികളുടെ ക്ലാസ് മാത്രമേ അവർക്ക് ഒരു ദിവസം എടുക്കാൻ പറ്റത്തുള്ളൂ. അതിനപ്പുറം അവർക്ക് ഒരു ക്ലാസ് എടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ടീച്ചറിന്റെ ശമ്പളം ഒക്കെ നമുക്കൊന്ന് ബ്രേക്ക് ഈവനായി പോകണമെങ്കിൽ നമുക്ക് ഇത്തിരി കൂടെ ഹൈ എമൗണ്ട് ചാർജ് ചെയ്തേ പറ്റൂ. അപ്പം ഐ ഹോപ്പ് ദാറ്റ് ഓൾ ഓഫ് യു ആർ, നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം.